പ്രവാചകൻ ഹിറാ ഗുഹയിൽ നിന്ന് മടങ്ങി വീട്ടിലേക്ക് വരുമ്പോൾ ഓരോ കല്ലും മരവും അദ്ദേഹത്തോട് സംസാരിച്ചു തുടങ്ങിയിരുന്നു. വീട്ടിലെത്തി ഖദീജ ബീവിയുടെ മടിയിൽ കിടക്കുമ്പോൾ പ്രവാചകൻ പേടിച്ചു വിറക്കുകയായിരുന്നു. വറഖത്ത് ബിൻ നൗഫലിന്റെ അടുത്തേക്ക് ചെന്നപ്പോൾ അദ്ദേഹം പറഞ്ഞ ഒരു രഹസ്യമുണ്ട്. മുഹമ്മദ്, നിങ്ങൾക്ക് വന്നത് മൂസാ നബി അലൈഹിസ്സലാമിന് വന്ന അതേ മാലാഖ തന്നെയാണ്. നിനക്ക് ലഭിച്ച ഈ സത്യം ആര് കൊണ്ടുവന്നുവോ അവരെയെല്ലാം ചരിത്രത്തിൽ ജനങ്ങൾ ശത്രുക്കളായി കണ്ടിട്ടുണ്ട്. സമാധാനകാംക്ഷിയായ നബിക്ക് അത് വലിയൊരു ഞെട്ടലായിരുന്നു. തന്നെ സ്നേഹിക്കുന്ന സ്വന്തം നാട്ടുകാർ തനിക്ക് ശത്രുക്കളാകുമോ എന്ന ചിന്ത പ്രവാചകനെ വേദനിപ്പിച്ചു. തൻ്റെ ജീവിതം തന്നെ അപകടത്തിലാണെന്ന് അറിഞ്ഞിട്ടും പ്രവാചകൻ ആ ദൗത്യവുമായി മുന്നോട്ടു പോയത് എന്തുകൊണ്ടായിരിക്കും? ആ രാത്രി ഹിറാ ഗുഹയിൽ വിതക്കപ്പെട്ടത് വെറുമൊരു സന്ദേശമായിരുന്നില്ല, മറിച്ച് ഇരുളടഞ്ഞ ലോകത്ത് പ്രകാശവും സത്യവും വിതക്കാൻ പോന്ന ഒരു വിപ്ലവത്തിൻ്റെ ആദ്യ വിത്തായിരുന്നു അത്. സമാധാനത്തിൻ്റെയും ദൈവസമർപ്പണത്തിൻ്റെയും സന്ദേശമായ ഇസ്ലാം ആ ഗുഹയുടെ ഇടുങ്ങിയ ഭിത്തിക്കുള്ളിൽ നിന്നാണ് ഒരു മഹാപ്രകാശമായി